ഇത് മായം കട്ടിയാർ, ഒരു 32 വയസ്സുള്ള യുവ എഞ്ചിനീയർ. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഗ്രാമം. എന്താണ് മായങ്കിന് സംഭവിച്ചത്? ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൽ വെച്ചിട്ട് ഇദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. തുടർന്നുണ്ടായ കോംപ്ലിക്കേഷൻസിൽ ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടം. എങ്ങനെയാണ് മായങ്കിന് ജീവൻ നഷ്ടപ്പെട്ടത്? അശാസ്ത്രീയമായി പ്രവർത്തിച്ചു വരുന്ന ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിൽ അമിതമായിട്ട് ഒന്നെങ്കിൽ അനസ്തേഷ്യ നൽകിയിട്ടുണ്ടാവാം, അനസ്തേഷ്യന്റെ കോംപ്ലിക്കേഷൻ മൂലമാവാം ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തീരെ ശീതീകരിക്കാത്ത ക്ലിനിക് ആവാം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൃത്യമായിട്ട് ശീതീകരിക്കാതെ ഉപയോഗിച്ചത് മൂലം ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്ന് സെപ്സിസ് സംഭവിച്ചിട്ടാവാം മായങ്കിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് മായങ്ക് ശരിക്കും ചെയ്ത തെറ്റ്? മുടി കൊടിച്ചിട്ടോ അല്ലെങ്കിൽ കഷണ്ടിയോ മൂലം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായി ധാരാളം കാശ് ചെലവാക്കി ഒരു ഡോക്ടറെ വിശ്വസിച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിന് മായങ്കിന് നൽകേണ്ടി വന്ന വില എന്താ? അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ. മായങ്ക് മാത്രമല്ല കേട്ടോ, ഈ സെയിം ക്ലിനിക്കിൽ ഒരു മാസം മുന്നേ 36 വയസ്സുള്ള വേറൊരു എഞ്ചിനീയർ, വിനീത് ഡുബെ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർക്ക് കൂടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വെച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് നോക്കിയാലോ? ആദ്യമായിട്ട് ആർക്കൊക്കെയാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള അധികാരമുള്ളത് നോക്കാം. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന് മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. പ്രിഫറബിളി ആ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഒന്നെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയിൽ ബിരുദമുള്ള ആളായാൽ നല്ലത്. മാത്രമല്ല ഈ ഗൈഡ് ലൈൻസിൽ പ്രത്യേകം പറയുന്നത് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളിൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ വീഡിയോ കണ്ടു പഠിച്ചിട്ട് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് വളരെയധികം അപകടം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല കേട്ടോ ഈ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റൻസിന്റെ ക്വാളിഫിക്കേഷൻ അടക്കം ഈ ഗൈഡ് ലൈൻസിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അസിസ്റ്റൻസ് നഴ്സോ ലാബ് ടെക്നീഷ്യന്മാരോ ഫാർമസിസ്റ്റോ തുടങ്ങിയിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളായിരിക്കണം. മാത്രമല്ല ഈ വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ലഭിച്ചിരിക്കണം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് നോക്കാം. ഈ ക്ലിനിക്ക് കിടത്തി ചികിത്സാ സൗകര്യമുള്ളതായിരിക്കണം. മാത്രമല്ല ശീതീകരണ സംവിധാനം ക്ലിനിക്കിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ കൃത്യമായിട്ട് ശീതീകരിക്കാനുള്ള മെഷീൻ അല്ലെങ്കിൽ സംവിധാനം അവിടെ നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ്. അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള സർജറി ആയതുകൊണ്ട് തന്നെ ഈ ക്ലിനിക്കിന്റെ ചുറ്റളവിൽ ഒരു ICU സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളിൽ പലരും മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കഷണ്ടി മൂലം വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. നിങ്ങളിൽ പലരും പൂർണ്ണമായിട്ട് ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ആലോചിച്ചിരിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നാളെ നിങ്ങളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗൈഡ് ലൈൻസുകൾ മൊത്തമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്ക് മാത്രം തിരഞ്ഞെടുക്കുക. സമയമെടുത്ത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണറുടെ ക്വാളിഫിക്കേഷൻ, സൗകര്യങ്ങൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസിനൊപ്പം ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുതലാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.